നല്ലതായിരുന്നു, ഒത്തിരി നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു, നല്ല അടിപൊളി മൂവി. ഇഷ്ടപ്പെട്ടു നല്ല മൂവി. നല്ല പടമായിരുന്നു. ഇമോഷണലി നന്നായിട്ട് കണക്ട് ആയിരുന്നു. നജീബ് അനുഭവിച്ച വേദനയൊക്കെ പൃഥ്വിരാജ് അടിപൊളിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. സിനിമ അടിപൊളിയാണ്. പിന്നെ ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നോവലിലെ കഥാപാത്രങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ സെയിം ആണ് നോവലിലെ. പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോവലിലേക്കാണ് കണ്ണോടിക്കുന്നത്. കാരണം അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും. പിന്നെ AR റഹ്മാൻ മ്യൂസിക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയവും ഒന്നും പറയാനില്ല, അടിപൊളി. ഇമോഷണലി കണക്റ്റഡ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് നിറയും. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. മലയാളത്തിൽ ഇത്രയും വലിയൊരു പടം വരിക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്ന് കൂടുതലൊന്നും പറയാം. തിയേറ്ററിൽ വന്ന് കണ്ടാൽ മാത്രമേ എൻ്റെ ഒരു അനുഭവം, അത് ഏറ്റവും നല്ല തിയേറ്ററുകളിൽ ബെസ്റ്റ് തിയേറ്ററിൽ പോയി കാണുക. അതുപോലെ അത് മേക്ക് ചെയ്തേക്കുന്നത് സൂപ്പർ ഹിറ്റ് പടമാണ്, ഒന്നും പറയാനില്ല. അതിൻ്റെ അത് പൃഥ്വിരാജ് ചെയ്തേക്കുന്ന ആ മേക്ക് ഓവർ, അത് പറയുന്നത് നല്ലത് കാണുന്നതാണ്, കരയാതിരിക്കാൻ പറ്റില്ല. പൊളിപ്പടമാണ്, തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്, മസ്റ്റ് വാച്ചാണ്, പൊളിപ്പടമാണ്. പ്ലസ് സാറിൻ്റെ പുതിയ പടമായ ആടുജീവിതം സിനിമ കണ്ടു. അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഒരു അതിജീവനത്തിൻ്റെ മെസ്സേജുള്ള സിനിമയാണ്. ഭയങ്കര ഫൈറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു റിയൽ ലൈഫ് സ്റ്റോറി ആകുമ്പോൾ അതികഠിനമായിട്ടുള്ളൊരു പ്രയത്നം കൊണ്ടാണ് ഇത്രയും സിനിമ വരെ എത്തിയത്. കാരണം കഷ്ടപ്പെട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ വേദന സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു നജീബ് എന്നൊരു റിയൽ ലൈഫ് ആളുടെ കഥ അതിഗംഭീരമായിട്ടും ദൃശ്യവൽക്കരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന കഥയും ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പൃഥ്വിരാജിൻ്റെ ഒരു വൺ മാൻ ഷോ എൻ്റർടൈൻമെൻ്റ് ആണ്. സൂപ്പർ പടമാണ് ആടുജീവിതം. ബെന്യാമിൻ്റെ കഥ ഭയങ്കരപ്പെട്ട കഥയാണ്. പിന്നെ പൃഥ്വിരാജിൻ്റെ നജീബിൻ്റെ വേഷം ഭയങ്കരം, ഒന്നും പറയാനില്ല. ഓസ്കാറിനെല്ലാം കിട്ടുമെന്ന് പറയാം. ഒന്നിനും സമയം പോയത് അറിഞ്ഞിട്ടില്ല. പാട്ട് റഹ്മാൻ സാറിൻ്റെ പാട്ട് ഇത് ഹാഫ് ഡേ കഴിഞ്ഞ ശേഷമാണ്, ഇൻ്റർവെൽ കഴിഞ്ഞ ശേഷമാണ്. ഒന്നിനൊന്നും വെച്ച് എല്ലാവരും അഭിനയം കളർഫുള്ളാണ്. സിനിമ നല്ല കാണേണ്ട പടം തന്നെ ഇത്. നല്ല സിനിമ, ഭയങ്കര സൂപ്പറാണ്. പൃഥ്വിരാജ് സാറ് 6 എടുക്കുകയാണ്.